അപ്പൊ എന്നോട് സൗമ്യം പറഞ്ഞു ഷാനു പകുതി ചായ കൊടുക്കുന്ന ആ ടൈമിലാണ് ഞാൻ ഫുള്ള് പേസ് എത്തിക്കുന്നത്. സമയമുണ്ട് ഇനി 2.5 മാസം ഇവിടെ തന്നെ സൗമ്യം അത് ലാസ്റ്റ് വന്നപ്പോഴേ എന്താ അവിടെ പോകണം, അവിടെ കാണണം, അവിടെ ചായ കുടിക്കണം, അവനോട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് ഇവിടെ വന്നോ ഇല്ലെന്നറിയാം. ഈ വക കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇവര് എന്നോടുള്ള ബന്ധം നിലനിർത്തുന്നത്. ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ ആ സാധനം ഒന്നും കൂടി ഒന്ന് പറയാമോ? ചേട്ടാ ഇത് പറയണ്ടായിരുന്നു. അല്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒറ്റ മിനിറ്റ്. Yes, my friend. Yeah. One more? No, which one? Sorry. Oh, no, no, no problem, no problem. No problem. ഒരാളിവിടെ നല്ല താഴി കുറച്ച് മുടിയൊക്കെ ആയിട്ട് ചെക്ഷർട്ടും കൽപ്പനൊക്കെ ഇങ്ങനെ പോവാതെ കാറോട് ചോട്ടിയൊക്കെ ചില്ലാത്തൊരു നമസ്കാരം. എന്റെ പൊന്നെ ഞാൻ കയ്യും കാലം പിറക്കെ അതെന്ന് പറഞ്ഞ ഒരു ആക്ടർ അല്ലല്ലോ, അതൊക്കെ ലെജൻഡാണ്. അപ്പൊ ഞാനത് നമ്മുടെ മതിച്ചേട്ട ക്യാമറമാൻ മധു നീലകണ്ഠൻ രാജീവേട്ടൻ അവരോടൊക്കെ ചെയ്തത് പറഞ്ഞു ഭാഗ്യമാണ് അതിന്റെയൊക്കെ. അയാളോടൊക്കെ സൂര്യ ഇതേപോലെ വാക്കിങ്ങൊക്കെ വെളുപ്പിന് വാക്കിങ് പോകുമ്പോഴത്തേക്കും ആള് ഹാപ്പിയാണ്, മിങ്കിൾ ചെയ്യാൻ ഫസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൾക്കാരല്ലേ 40 പേരാണ് അകത്തേക്ക് പുള്ളി ചാടി പുറത്തേക്ക് ഇറങ്ങി വാ 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 എടി 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 പോണേന്റെ അന്നാണ് ജനങ്ങൾ ഇത്രേ അറിഞ്ഞത് സൂര്യ ഇവിടെ എന്നുള്ളത്. ഞാൻ ഒരു അടിപൊളി ചായ കുടിച്ചു. ഒരു ചായ നിങ്ങളോർക്കും ഒരു ചായയിൽ എന്തത്ര സ്പെഷ്യൽ, പക്ഷെ ഈ ചായ ശരിക്കും സ്പെഷ്യലാണ്. ഈ ഒരു ടീ ഷോപ്പിൽ നിറയെ സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട്. കൊച്ചിയിലെ നിലവിലെ ഒരു ടോക്കാണ് ഈ ഒരു ടീ ഷോപ്പും ഈ ടീ ഉണ്ടാക്കുന്ന ആളും. അപ്പൊ നമുക്ക് ആരാണ് എന്താണെന്നുള്ള വിശേഷമൊക്കെ വഴി അറിയാം. ഹലോ, നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇതിന്റെ ഓണർന്ന്, പക്ഷെ ഞാനല്ല. നമ്മളെ അന്വേഷിച്ച് വന്ന വൈറൽ സെലിബ്രിറ്റി ഇപ്പൊ എത്തിച്ചേരുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്. ഹലോ, ഹായ്, ഇന്ത്യ ഗ്ലിറ്റ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ ഞങ്ങള് ചേട്ടനെ അന്വേഷിച്ച് വരാൻ ഒരു റീസൺ ഉണ്ട്. ഫഗത് ഫാസിലിന്റെ ഇന്റർവ്യൂല് നല്ല മാസ് എൻട്രി ഒക്കെ കൊടുത്ത് ചായ കിട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് അന്നേ റസൂൽ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പൊ ആ ലൊക്കേഷനിൽ അവർ വന്നപ്പോഴാണ് ഇവിടെ വന്നു. പിന്നെ അന്നോടെങ്കിലുള്ള ഒരു പരിചയം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അന്ന് അന്നേ റസൂലിന്റെ ക്രൂ മൊത്തം ഉണ്ടായിരുന്നു. അവരെല്ലാരും വരുമായിരുന്നു. അപ്പൊ അതിന് എങ്ങനെയാണ് ഫഗത് ഫാസിൽ ഇത് തന്നെയാണ് എന്റെ ഒരു സ്പെഷ്യൽ ടീ സ്പോട്ട് എന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ? അത് പുള്ളിനെ കൊണ്ടുവന്നത് സൗബിനും അങ്ങനെ രാജീവേട്ടനും അവരെല്ലാരും കൂടിയാണ് വന്നപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇന്നാളാണ് ആക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഫഗത് എന്തോ 2 സിനിമയായിട്ട് കഴിക്കുന്ന ടൈമായിരുന്നു. വരുന്നതേ ഉള്ളൂ. അന്ന് അങ്ങനെയാണ്. പിന്നെ അങ്ങനെ അങ്ങോട്ട് കൂട്ടായി അങ്ങനെ അങ്ങോട്ട് പോകും. ഇതിപ്പോ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ആളുമായിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ തുടങ്ങിയിട്ട്? 10 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്. 10 വർഷത്തിന്റെ അടുത്തായിട്ടുള്ള സുഹൃത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇൻ ബിറ്റ്വീൻ ആൾക്ക് കുറെ ബിസി സ്കെഡ്യൂൾ ആണ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് ടീന്റെ ഓർഡേഴ്സ് വരുന്നുണ്ട്, ഭക്ഷണത്തിന്റെ. നമ്മൾ ടീ കട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ടീ മാത്രമേ ഉള്ളൂന്നല്ലേ. ടീ മാത്രമൊന്നുമല്ല, ഇവിടെ പൊറോട്ട ഉണ്ട്, ചോറുണ്ട്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫഗതിന്റെ കൂടെയുള്ള ഒരു എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ ഞങ്ങളുടെ അടുത്ത്? ഏറ്റവും വലിയ മെമ്മറിയിൽ ഇപ്പൊ ഈ അൺഎക്സ്പെക്ടഡ് ആ വരലും അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞിട്ടില്ല ആള്. പെട്ടെന്ന് കുറെ ക്യാമറമാർ വരുന്നു. അപ്പൊ ഞാൻ വല്ലാതായി പോയി. ഞെട്ടിയ ഫഗത് പെട്ടെന്ന് വന്ന് കേറിയപ്പോ. അപ്പൊ എന്നിട്ട് കുറെ നാളായി അയാള് വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ എനിക്ക് തന്നെ ഷോക്കായി പോയി. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാമല്ലോ എന്താന്നുള്ള. അല്ലാണ്ട് പുള്ളിയും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ പുള്ളിക്ക് നമ്മളെ ഒരു ഓർമ്മ വന്നു. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആള്. ഒന്നും മറക്കാറില്ല ആള്. നല്ല മെമ്മറി ഉള്ള ആളാ. എപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആൾക്ക്. അതാണ് കറക്റ്റ് എന്റെ അടുത്ത് വന്നതും. പിന്നെ അതിന് മുമ്പ് ഞാൻ പോയി കണ്ടായിരുന്നു. മാലിക്കിന്റെ ഷൂട്ടിന് ഞാൻ പോയി കണ്ടു, സംസാരിച്ചിട്ടൊക്കെ പോകുന്നതാണ്. അന്ന് മീറ്റ് ചെയ്ത് പോകുന്നതാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ എത്ര കാലത്തിന് ശേഷം വീണ്ടും കണ്ടു? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഈ മാലിക്കിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അത് ഇപ്പൊ ഏകദേശം ഒരു 4 വർഷത്തിന് മേലായിട്ടെന്ന് തോന്നുന്നു. ചേട്ടനെ കണ്ടറിയാം, ഓടിപ്പാഞ്ഞ് നടക്കുകയാണല്ലോ. അവിടെ ഓർഡർ എടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ ചായ വെക്കുന്നു. ഫുൾ ഒരു ബിസി ആയിട്ട് ഇരിക്കുന്ന പേഴ്സൺ. 16 വർഷമായില്ലേ? 16 വർഷമായിട്ട് ഏകദേശം തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാ എന്റെ വാപ്പയും ഞാനുമാണ് ഷോപ്പില്. വാപ്പ ഫുൾ ടൈം അവിടെ കുക്കിങ്ങിലാണ്, ഞാനിവിടെ സർവീസ് ചെയ്യുന്നു.
ഇപ്പൊ അതുപോലെ തന്നെ സൗബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സൗബിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഇവിടെ വരുമ്പോ ഉള്ളേ? സൗബിൻ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. സൗബിൻ ഇവിടെ അന്ന് വന്ന ഒരു ബന്ധം ഇപ്പോഴും സൗബിനൊക്കെ ഉണ്ട്. സൗബിൻ വരുമ്പോ കഴിക്കുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് എന്താ ഇതില്? സൗബിന്റെ ഇഷ്ടം പുട്ട്, ബീഫ് ഒക്കെ ഐറ്റംസ്. പിന്നെ അതുപോലെ ഷൈനും പുട്ടും ബീഫൊക്കെയാണ് ഇഷ്ടം. ഷൈൻ വരും, ബാസി വരും, എല്ലാരും വരുന്നവരാണ് ഇവരൊക്കെ. അബി വരും, സെലിബ്രിറ്റീസ് ഒട്ടുപോലും വരും. പിന്നെ അമ്പുക്ക, അൻവർ റഷീദ്, ഇവരൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ അടുത്തൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാണാൻ സമയം കിട്ടിയോ? പിന്നെ പോണം, പോവാതെ പറ്റില്ലല്ലോ. മലയൻ കുഞ്ഞല്ലേ? മലയൻ കുഞ്ഞ് കാണണം. അതുപോലെ ഫഹദ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫഹദ്ക്ക് കഴിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് എന്താ? ടീ ആണോ ഏറ്റവും ഇഷ്ടം, അതോ ചായ? ചായയാണ് ഫേവറേറ്റ്. അതിപ്പോ എന്തെങ്കിലും പറയോ, മധുരം കൂട്ടി തരണം? അത് മതി. പുള്ളിക്ക് ചായ അല്ല പ്രത്യേകത, പുള്ളി പറഞ്ഞില്ല ചായയുടെ അല്ല, ആളുടെ ആ ഒരു പ്രത്യേകതയാണ് വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ ഞങ്ങളെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ ഇവിടെ വരുമ്പോ ഇംഗ്ലീഷുകാരോട് ഇംഗ്ലീഷ് പറയും, തമിഴുള്ള ആൾക്കാരോട് തമിഴ് സംസാരിക്കും, ഹിന്ദിക്കാരോട് ഹിന്ദിയിൽ സംസാരിക്കും. ഹിന്ദി തന്നെ. ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടിട്ടും ഈ കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10-12 വർഷമായി എന്നൊക്കെ പറഞ്ഞു. അല്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 10-16 വർഷം. ഈ ഫഹദിനായിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഫഹദ് ഇവിടെ വരുമ്പോ കാണും എന്നല്ല. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻസ് അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റി ആവുന്നതിന് മുൻപുള്ള ടൈം ആണെന്ന് അറിയാം, എങ്കിൽ കൂടിയും ഒരു സെലിബ്രിറ്റി കടയിൽ വന്നിട്ട് ഒരു സ്ഥിരം ആവുകയാണ്. അപ്പം അത് അന്ന് അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ക്രൂ വരുമായിരുന്നു. അവർ ക്രൂ വരുന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ ഈ ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്, ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്യണത്. ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളിവിടെ നല്ല താഴി കുറച്ച് മുടിയൊക്കെ ആയിട്ട് ഒരു ചെക്ക് ഷർട്ടും കളിത്തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ എന്നോട് സൗബിൻ പറഞ്ഞു, ഷാനു ഫഹദിന് ചായ കൊടുക്കുന്നപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഫുള്ള് ഫേസ് എത്തിക്കുന്നത്. അമേസിങ്. ഞാൻ ആ സമയത്ത് ഫഹദിന്റെ മറ്റേ ഇത് എന്താണ് 22 ഫീമെയിൽ കോട്ടയം, പിന്നെ മറ്റെന്താണ് വേറെ ഒരു പടം ഉണ്ടല്ലോ പുള്ളിയുടെ. അപ്പൊ ആ 2 സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പൊ 22 ഫീമെയിൽ കോട്ടയത്തിലെ അഭിനയത്തിലും മറ്റേ എന്താണ് ആ പടത്തിന്റെ പേര്, ഗൾഫിലെ ഡോക്ടറായിട്ടൊക്കെ ഒരു അഭിനയം, ഡയമണ്ട് നെക്ലസ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിൽ രണ്ടിനും തന്നെ പുള്ളിയുടെ അഭിനയം എനിക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു സെൽഫി. അപ്പൊ അതിനോട് പറഞ്ഞു സമയമുണ്ട്, ഇനി 2-2.5 മാസം ഇവിടെ തന്നെ ഉണ്ട് അന്യറോസിലൂട്ടൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അന്ന് തുടങ്ങിയ ഒരു ആളിവിടെ വന്നിട്ട് പോകുന്നതിൽ എന്തെങ്കിലും എപ്പോഴും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കമന്റ് പറയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഇത് നമ്മളോടുള്ള ഈ സൗഹൃദം എന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ സംസാര രീതി അത്രക്ക് ലളിതമായ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. ഫഹദ് ഇപ്പോ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ഒരു നിങ്ങളെ ഒരു ഇതുമില്ലാത്ത ഒരു വലിയ ഭാവമോ അല്ല ഒന്നുമില്ല. ആൾ വെറും സിമ്പിൾ, നമ്മളെക്കാളൊക്കെ സിമ്പിൾ മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ആ ഒരു മെമ്മറി ഉള്ളതുകൊണ്ടാണല്ലോ ഫഹദ് വീണ്ടും നമ്മുടെ അടുത്ത് തിരിച്ചു ആ പുള്ളി അത് പറയുന്നുണ്ടല്ലോ. പ്രത്യേകം ചായലല്ല, ചായൽ ഇറന്ന ആളുടെ ആ ഒരു ഇതുകൊണ്ട്. അപ്പൊ അത്രക്ക് ലളിതമായ ഒരു മനുഷ്യനാണ് അത്. സിമ്പിൾ മാനാണ് ഫഹദ്. അങ്ങനെ വലിയ ഭാവങ്ങളോ ഒന്നുമില്ല. അതല്ലേ അത്ര ഇതായിട്ട് വന്നു. ഞാൻ പോലും പ്രതീക്ഷയിൽ ഇങ്ങനെ വരുമെന്ന് അവർക്ക് ഒരു ഇതുമില്ല. പെട്ടെന്ന് കുറെ ക്യാമറകൾ ഓടി വരുന്ന ഞാൻ നോക്കുന്നത് പകുതില്ല. വല്ലാതെ ഇപ്പൊ ഞെട്ടിപ്പോയി. ഇവ കൊണ്ട് കഴിയുന്ന ഷാനു ചായ കുടിക്കാൻ വന്നു. ഇതൊക്കെ തന്നെ അത് ലാസ്റ്റ് വന്നപ്പോഴേ ഞാൻ ഒരു വീഡിയോ എടുത്താണ് പുള്ളി കഴിച്ചോണ്ടിരിക്കുന്ന ഒരു സംഭവം. 2-3 ആഴ്ചയായി വന്നു പോയിട്ട്. സൗബിന്റെ കൂടെയുള്ള ഒരു വീഡിയോ ആളിവിടെ വന്നപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുത്തിട്ടുള്ള, കഴിക്കാൻ വന്നപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോയാ. വിനീത് ശ്രീനിവാസനൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് വിനീത് ശ്രീനിവാസൻ അല്ലത് പറഞ്ഞത്. അത് വേറെ വിനീത് എന്ന് പറഞ്ഞ വേറെ. അത് അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞതാ. ഈ അന്യറസൂൽ നടക്കുന്ന സമയത്ത് അത് വിനീത് ശ്രീനിവാസൻ അല്ലത്. ഇപ്പൊ സൗബിനെ കൂടാണ്ട് ഇവിടെ വന്നിട്ടുള്ള മറ്റു സെലിബ്രിറ്റീസ് ഒക്കെ ആരൊക്കെയാ? ബാസി വരാറുണ്ട്, പിന്നെ വിനയ് വരാറുണ്ട്, വിനയ് ഫോർട്ട് വരാറുണ്ട്, ബാസി വരാറുണ്ട്, പിന്നെ അഭിറാം വരാറുണ്ട്. ഒട്ടുമിക്ക ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ഒട്ടുമിക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെമ്പൻ വിനോദ് വന്നിട്ടുണ്ട്, ചേട്ടൻ വന്നിട്ടുണ്ട്, ടിനീട്ടോം, ചെമ്പൻ വിനോദ്, അങ്ങനെ ഒരു ഒട്ടുമിക്ക ടീംസ് വരാറുണ്ട്. പിന്നെ സലീംകുമാർ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊച്ചിയിലെ തന്നെ ഒരു സെലിബ്രിറ്റി സ്പോട്ടാണ് ഇത് എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലോ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ദിവസം വരുന്നു. അപ്പൊ ഇങ്ങനെ ചായയുടെ ഒക്കെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും പറയും, അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള റാം സാറും ഒക്കെ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അവര്? അത് റാം സാറിന്റെ ഒരു തങ്കമീനുകൾ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ തങ്കമീനുകൾ ഈ ഒരു പോർഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർക്കിന്റെ ഏരിയ, പിന്നെ ഈ സ്ട്രീറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ റാമിന്റെ സാറിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്.
പുള്ളിയാണ് നമ്മളായിട്ട് ഇപ്പൊ പുള്ളിയും ഇപ്പൊ ഈ ഇടക്കും വന്നു പോയിരുന്നു. പിന്നെ മറ്റേ പേരൻപിന്റെ ഇതിനും കാര്യങ്ങളും മമ്മൂക്കാനെ കാണാൻ വരുമ്പോഴും എന്തെങ്കിലും വരുമ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, പോകാറുണ്ട്. ഇപ്പൊ റാമു വന്നിരുന്നു ആ ലോക്ക്ഡൌൺ സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്നു. പെട്ടെന്ന് അതൊക്കെ കൈ കെട്ടി ചിരിച്ചു. അതൊക്കെ റാമ കാണിച്ച് അപ്പൊ അന്നേ ഒരു സെൽഫി ഒക്കെ എടുത്ത് സംസാരിച്ച് അന്ന്. പിന്നെ അതേപോലെ മദ്രാസിൽ നിന്ന് ആര് ഇങ്ങോട്ട് വന്നാലും റാമിന്റെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ റാം പറയും ഇന്നപോലെ ഒരു കടയുണ്ട്, ഷാനുവിന്റെ കടയുണ്ട്, അപ്പൊ അവിടെ പോകണം, അവനെ കാണണം, അവിടെ നിന്ന് ചായ കുടിക്കണം, അവനോട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറയും. ഇവിടെ വന്നോ ഇല്ലെന്ന് അറിയാൻ തെളിവിനായിട്ട് നിവിൻ പോളിയും തമ്മിൽ ഒന്നിച്ചൊരു പടമൊക്കെ വരുന്നുണ്ട് തമിഴില്. അറിഞ്ഞായിരുന്നോ? അടിപൊളിയാവുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ആവട്ടെ. റാം കൈവച്ചത് തന്നെയാണല്ലേ ഇപ്പൊ പേരൻപൊക്കെ തന്നെ നമുക്ക് പറയാനായിരുന്നു. ഇവിടുത്തെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് അപ്പുറത്തല്ല, അത് ഉപ്പയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു കാര്യം ഫുഡെല്ലാം ഉണ്ടാക്കുന്ന പാപ്പയാണ്, ആണ്. നമുക്കിത് സർവീസ് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ. ഇതിപ്പോ എത്ര വർഷമായി ഏകദേശം തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ 16 വർഷമായി. 16 വർഷം ഇവിടെ തന്നെ തുടങ്ങി. അതിന് മുമ്പ് അവിടെ അകത്തായിരുന്നു. ഓ, അവിടെ അകത്തായിരുന്നു. സ്വദേശവും കാര്യങ്ങളൊക്കെ എവിടെ, നാടും ഒക്കെ എവിടെയാണ്? ഇവിടെ തന്നെ മട്ടാഞ്ചേരി. അപ്പൊ ഈ ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ മീൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, തമിഴ്, ഹിന്ദി, അത് കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടുന്നതാണല്ലോ ഭാഷയാണ്. അടിപൊളി. നല്ല തിരക്കിന്റെയും കൂടെ സമയമല്ലേ. അപ്പൊ ഞങ്ങള് ഫഗത് ഫാസിലിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആക്ച്വലി ഇങ്ങോട്ട് വരുന്നത്. അത് മുന്നേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 12 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ലല്ലോ, ഒരുപാടുണ്ട്. അപ്പം ആളുടെ വളർച്ചയൊക്കെ മീൻസ് കണ്ട ഒരാളും കൂടിയാണ്. അപ്പൊ പഴയ ഫഗത് ഫാസിലിന് ഇപ്പത്തെ ഫഗത് ഫാസിലോട്ട് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫഹദിന്റെ അന്നത്തെ അഭിനയവും ഇന്നത്തെ അഭിനയത്തിനെങ്കിൽ ഒരേ സംഭവം. അത് നന്നായിട്ട് തന്നെ പുള്ളി ചെയ്യുന്നു. ഇമ്പ്രൂവ്മെന്റേ ഉള്ളൂ, ഡൗൺ ബെർത്ത് വരുന്നില്ല. ഇപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഉള്ളു ഫഹദ്. ആ ഒരു ക്യാരക്ടർ പുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആള് നമ്മളോട് സംസാരിക്കാൻ കണ്ടില്ല, വെറും സിമ്പിൾ. പക്ഷെ ക്യാമറന്റെ മുമ്പിലേക്ക് വരുമ്പോ അത് ഏതാണോ ഉള്ള ക്യാരക്ടർ അതങ്ങോട്ട് മാറണം. ഇവിടെ വരുമ്പോ കൂടുതലായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ തന്നെ. ഞാൻ കൂടുതലും ഫഹദിന്റെ വിശേഷങ്ങൾ ചോദിക്കും, നെക്സ്റ്റ് പടം ഏതാണ്, കഴിഞ്ഞ ഏതാണ്, അതൊക്കെ തന്നെ. അല്ലാതെ വേറെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ ചോദിക്കുന്നത് കല്യാണം ആ ഒരു സമയത്തൊക്കെ അതിനെപ്പറ്റി വന്നിട്ടില്ല. അപ്പൊ ആ സമയത്തൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആ അന്യരസലും കഴിഞ്ഞിട്ട് പിന്നെ ആള് വന്നത് മറ്റേ ഞാൻ പറഞ്ഞില്ല മാലിക്കിന്റെ സമയത്തൊന്നും പോയി കണ്ടാണ്. അതിന്റെ ഇടയ്ക്ക് ആൾക്ക് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അൻവർ റഷീദിന്റെ അമ്പുക്കാന്റെ അവിടെ വരും, അവിടെ നമ്മൾ പുള്ളി ഇങ്ങോട്ട് വരാൻ തരും, പക്ഷെ ടൈം കിട്ടുന്നില്ല. അവിടെ വരുന്നത് തിരക്കിന്റെ ഫാസിൽ സാറായിട്ടോ നസ്രയൊക്കെ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? മീൻസ് കടയെ കുറിച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ അറിയാവോ? ഉണ്ടാവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എല്ലാരും വൈകുന്നേരങ്ങളിൽ ഇവര് ക്രൂ എല്ലാരും കൂടി അവിടെ ഫ്ലാറ്റിൽ കൂടുമ്പോ ഇപ്പൊ എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഷാനുവിന്റെ ഇടന്ന് കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ എന്നെ ഫോട്ടോസിൽ നമ്മൾ പോകുമ്പോ കാണിച്ചു തന്നിട്ടില്ല എന്നൊക്കെ. പിന്നെ നസ്രിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഉണ്ടാവണമല്ലോ. അപ്പൊ വിക്രം കണ്ടിട്ടുണ്ടായിരുന്നോ? വിക്രം മൂവിയുടെ പെർഫോമൻസ് ഒക്കെ, അപ്പം അതിലൊരു പെർഫോമൻസ് എങ്ങനെയാ വിലയിരുത്തുന്നത്? ഒന്നും പറ. അതിപ്പോ കമൽ സാർ വരെ പറഞ്ഞില്ലേ, ഒരു പരൽമീനെ പോലെയാണെന്ന്. അയാളുടെ ക്യാരക്ടർ എന്താണോ അത് ശരിക്കും ഉൾക്കൊണ്ട് അതനുസരിച്ച് അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആള് തന്നെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ജോജോയിൽ തന്നെ കാണാൻ പാടില്ല, ആള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് സിനിമക്ക് വേണ്ടി എന്തോരം അതിനൊക്കെ തയ്യാറുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടറിൽ നിൽക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഫഗത് ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, അല്ലെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് വെക്കുക. ഏതെങ്കിലും ഒരു പടത്തിൽ, ഫഗതിന്റെ പടത്തിൽ ഇപ്പൊ ചായക്കടക്കാരനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പോവോ? ഇതിപ്പോ നമ്മള് ഇവരോട് ഈ വക കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇവര് എന്നോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട്. അപ്പൊ നമ്മൾ ഇവരോട് വരുമ്പോ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ടിന് ഒരു ചാൻസ് കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോ ഇവർക്ക് എവിടെ ചെന്നാലും ഇത് തന്നെയാവും. അതുകൊണ്ടാണ് ഇവര് കൂടുതൽ എന്റെ അടുത്ത് വരുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ചൊക്കെ പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം? എനിക്ക് ഭാര്യ, 3 പിള്ളേര്, എന്റെ ഉമ്മ. ഹാപ്പി. പിള്ളേർക്ക് വലിയ പിള്ളേരാണോ? മൂത്താൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ 6ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ 5ാം ക്ലാസ്സിൽ. അവരിപ്പന്റെ വീഡിയോ ഒക്കെ കാണും, ഇങ്ങനെ ഒരു സെലിബ്രിറ്റി. പിന്നെ അവരും ഭയങ്കര ഹാപ്പിയാണ് അവർക്ക്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ അവരോടും പറയണം, അവർക്കും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയണായിരുന്നു. പക്ഷെ അത് പകുതി വന്ന് പോയി 5 മിനിറ്റ് ശേഷമാണ് വൈഫും കൊച്ചും വന്നത്. അല്ലാതെ അവരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം കൊച്ചിയിലെ പോലെ ഇതുപോലെ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ ഒരു കട ഉയർത്തിക്കൊണ്ട് വരാൻ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കടന്നിട്ടായിരിക്കും ചേട്ടൻ വന്നിട്ടുണ്ടാവും. അപ്പം ഒരു എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു ഈ ഒരു ലൈഫ് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ? ഇപ്പോഴും ഡെയിലി ഇതൊക്കെ തന്നെ. വെളുപ്പിനെ എണീക്കുക, 4 മണിക്ക് എണീക്കുക, കടയെത്തുക, 10-13 മണിക്കൂർ ഇവിടെ തന്നെയാണ് ജീവിതം. 10-13 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട്
നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റി, ഫാമിലിയോട് അധികം കമ്മിറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ കട കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ തന്നെ അങ്ങനെ പോകുന്നു. ഹാപ്പി എല്ലാം കൊണ്ട്. ഇത് തുടങ്ങും ഞാനല്ലേ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ വാപ്പയാണ്, ഞാൻ വന്ന് കയറിയ ആളായി ഈ കൂട്ടത്തിലേക്ക്. പുള്ളിയുടെ അതിന് ബിസിനസ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഞാൻ പുള്ളിയുടെ മരുമോനാണ്, എന്റെ ഫാദറിലാണ്. അപ്പൊ പുള്ളിക്ക് ഒരു ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കയറി വന്നു. പിന്നെ ഞാനും കൂടെയാണ് നിന്നു. അപ്പൊ പുള്ളി എല്ലാം അവിടെ കുക്ക് ചെയ്യും, ഞാനിവിടെ എല്ലാം ചെയ്യും. ഈ കാലഘട്ടത്തിന്റെ ഇടയിലൊക്കെ എപ്പോഴെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്? ഇപ്പൊ കൊറോണ കാലത്ത് ഇപ്പോൾ നമ്മുടെ ഈ കോർപ്പറേഷന്റെ ഈ മറ്റേ അനധികൃതമായിട്ട് ഈ വഴിയോര കച്ചവടം ഒഴിപ്പിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഇങ്ങനെ ആയിരുന്നില്ല കട, ഇതിനു മുമ്പ് ഇപ്പൊ ഒരുപാട് വ്ളോഗേഴ്സ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മുടെ കട പഴയ കടയാണ് കാണിക്കുന്നത്. ഇവിടെ മൊത്തം ഷീറ്റ് ഇട്ടേക്കുന്നതും ഇവിടെ മൊത്തം എല്ലാം ഇതിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ഇങ്ങനെയൊന്നും മെയിൻറ്റെയിൻ ആക്കി വന്നിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും ഏകദേശം? ഇല്ല, ഇപ്പൊ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല, 10-15 വർഷം. അതിന്റെ ഇടയിൽ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഈ കടൊഴിപ്പിക്കലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. ഇപ്പൊ നമുക്ക് വഴിയോര കച്ചവടം ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കച്ചവടം ചെയ്യാൻ ലൈസൻസ് പിന്നെ ഒരുപാട് ഈ വണ്ടിയൊക്കെ ആയിട്ട് എത്ര തവണ എടുത്ത് ഓടിയിട്ടുണ്ട് ഇവിടെ. ഒന്നുമില്ല, എല്ലാം മാറ്റിയിട്ട് ഇതിന്റെ എന്ത് തിരിച്ചിടാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകും. പിന്നെ എന്ത് തിരിച്ചിടണം ഒന്നുകൂടെ വീണ്ടും കച്ചവടം തുടങ്ങുന്നു, അതൊക്കെ തന്നെ. അപ്പൊ ഫാമിലിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലാണ്ടാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രഗിൾ ഒക്കെ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഇപ്പൊ ഫഗദൊക്കെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ആശ്രയിക്കും അല്ലെങ്കിൽ അവരൊക്കെ സപ്പോർട്ടൊക്കെ ആവശ്യം വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എപ്പോഴും. പിന്നെ എന്റെ കൂട്ടുകാരെല്ലാരും ഉണ്ട് എന്റെ കൂടെ. എന്റെ കൂട്ടുകാരുടെ പ്രസാദ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, അതാണ് നമ്മുടെ മെയിൻ ഫ്രണ്ട്. അവൻ എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പൊ അവനോടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറ്. ഫഗദിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ മീൻസ് ലൈഫ് സ്ട്രഗിൾസിനെ കുറിച്ച് ചോദിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇല്ലില്ല, അന്ന് ജസ്റ്റ് അത് വന്ന് അത്ര നേരത്തെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടുപേരൊന്നുമില്ല, ഫോൺ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരിക്കലും അങ്ങനെ ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അപ്പൊ ആ ഫീൽഡിലേക്ക് നമ്മള് അവരെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കണൊക്കെ ഭയങ്കര അവർക്ക്. അല്ല, പിന്നെ നമ്മളങ്ങനെ ഡിസ്റ്റർബ് ആയിക്കഴിഞ്ഞാൽ അവർ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളോട് കോമൺ ഒരാളെ പോലെ തന്നെ കാണും. അപ്പൊ പിന്നെ വേണ്ട, അതിന്റെ ആവശ്യം. നമ്മളവരെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വരും, കാണും, സംസാരിക്കും, എന്നൊക്കെ അറിയാം. ഫഗദ് നല്ല ഫ്രണ്ടാണ്. അതുപോലെ തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാക്കി ആക്ടേഴ്സ് ഒക്കെ ആരൊക്കെയാ? ലാലേട്ടനൊക്കെ ഇഷ്ടമാണോ? മമ്മൂക്ക? എല്ലാരും ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ വേറെ ഏതൊക്കെയായിരിക്കും? അല്ല, ഇവിടെ വന്ന് ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയി വന്ന് ചായ കുടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ ആരാണ്? അതിപ്പോ ഇത് നമ്മുടെ സൗബിൻ, ആ ഒരു കാറ്റഗറിപ്പെട്ട യൂത്ത് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ. പിന്നെ ടിൻഷേട്ടനൊക്കെ വന്ന ചായ കുടിക്കും. അവിടെ ടിൻഷേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ടാലും പോകും. ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ വാപ്പയോട് പറയും, ഞാൻ വന്നു പറഞ്ഞേക്ക് പറയും. പിന്നെ അതൊക്കെ ഉണ്ട്. വേറെ ആരെങ്കിലും അങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ടോ ഇപ്പൊ ആക്ടേഴ്സില്? അങ്ങനെയില്ല, ആര് വന്നാലും നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അത്രേ ഉള്ളൂ. അവരെ ഹാപ്പി ആക്കി വിടുക, അതാണ് നമ്മുടെ ബിസിനസ്. അതാണല്ലോ. പക്ഷേ പുള്ളിയോട് പറഞ്ഞേക്ക്, പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ ഒരുപാട് കാണുന്ന ഒരു ആരാധകരുണ്ട്. പുള്ളിയുടെ രാജുബൻ ഗേ ജെന്റിൽമാനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആളാണെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു, പുള്ളി അതുപോലെ തന്നെ പറഞ്ഞു. പോവാതെ കാറോട് നീട്ടിട്ട് ചില്ലാത്തൊരു നമസ്കാരം. എന്റെ പൊന്നെ, ഞാൻ കയ്യും കാലം പിറക്കെ. അതെന്ന് പറഞ്ഞ ഒരു ആക്ടർ അല്ലല്ലോ, അതൊക്കെ ലെജൻഡാണ്. അയാളുടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വായിച്ച് നമ്മുടെ കിളി തന്നെ പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തിന് തന്നെ പുള്ളിയൊക്കെ തിങ്ങി. ഇതൊരു ഭാഗ്യം. അപ്പൊ ഞാനത് നമ്മുടെ മതിച്ചേട്ട ക്യാമറമാൻ മധു നീലകണ്ഠൻ, രാജീവേട്ടൻ അവരോടൊക്കെ ഇത് ചെയ്തത് പറഞ്ഞു ഭാഗ്യമാണ് അതിന്റെയൊക്കെ. അവര് ഇവിടെ 4 ദിവസം സ്റ്റേ ചെയ്തിരുന്നു. പിന്നെ സൂര്യ ഇതേപോലെ വാക്കിങ്ങൊക്കെ വെളുപ്പിന് വാക്കിങ് പോകുമ്പോഴത്തേക്കും ആള് ഹാപ്പിയാണ്. മിങ്കിൾ ചെയ്യാൻ ഫസ്റ്റാണ്, എല്ലാവരുടെയും മിങ്കിൾ ചെയ്യാനായിട്ട്. പോകാൻ നേരത്ത് ഇറങ്ങാൻ നേരത്ത് അവൻ നോക്കട്ടെ ഇവിടെ മൊത്തം ക്രൗഡ്, സൂര്യനെ കാണാൻ വേണ്ടി അത്രയും ജനം കൂടിയിരിക്കുകയാണ്. ഇവനപ്പോൾ പറഞ്ഞ് ജസ്റ്റ് 5 minutes பொண்டாட்டியும் குழந்தையெல்லாம் வண்டியில் அனுப்பிச்சிட்டு ஃபோட்டோக்கு போஸ்ட் பண்ணலாம். ஓகே நவுடுன்னு சொல்லேன். சேம் வாய்ஸ் நம்ம தியேட்டர்லேருந்து எப்படி வாய்ஸ் கேட்குமோ அந்த மாதிரி சேம் வாய்ஸ். நவுடுன்னு சொன்னேன். எல்லாரும் நவுட்டேன். வண்டியில் ஏறி அவர் போட்டு வா வாடா 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 எட்ரை ஃபோட்டோக்கு போஸ்ட் பண்ணும்போது அவ்வளோ வாடா வாடா எட்ரை சும்மாடா சும்மா ஃப்ரீ மேன். யாருக்கு எல்லா முதல் சொன்னேன் 4 நாளாலும் இந்த ஹோட்டலுக்கு உள்ளவா எடுக்க சொன்னேன்.
അപ്പൊ നമ്മുടെ ആൾക്കാരല്ലേ 40 പേരാണ് അകത്തേക്ക് കേറുന്നത്. ഇതൊക്കെ പുള്ളി ചാടി പുറത്തേക്ക് ഇറങ്ങി വാ 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 എട് 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 അങ്ങനെ എല്ലാവർക്കും നിന്ന് സൂര്യൻ ജ്യോതിക്ക് ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല ചായ നോ 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 ഇന്ററാക്ഷൻ അത്രേ ഉള്ളൂ. അവിടെ തന്നെ ആയിരുന്നു അവരകത്ത്. അത് റോഷൻ ആൻഡ്രൂസ് ആണല്ലോ പടം ഡയറക്ടർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈ പടം കഴിഞ്ഞപ്പോ ഇവിടെ ഒന്ന് ക്ഷണിച്ചാണ്. അപ്പൊ 4 ദിവസം ഇവിടെ താമസിപ്പിച്ചു പുള്ളിനെ. പോണേന്റെ അന്നാണ് ജനങ്ങൾ ഇത്രേ അറിഞ്ഞത് സൂര്യ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ ചേട്ടാ. ഷാനിക്കയുടെ ഫോണില്ല, ഇവിടെ വന്ന കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആരുടെയൊക്കെയാന്ന് നോക്കാം. ഇത് പിന്നെ ഫഹദ് പിന്നെ വന്നപ്പോ ഞാൻ അന്ന് ഫഹദ് എടുത്ത സെൽഫിയാണ് അവൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് പിന്നെ അത് കൂടാണ്ട് പിന്നെ സൗബിൻ, പാസി, പിന്നെ അഭിറാം അങ്ങനെയുള്ളവരുടെ ഫോട്ടോസ് ഉണ്ട്. അല്ല പിന്നെ പഴയ ഫോണിലാണ് കൂടുതൽ ഫോട്ടോസ്. ഫോൺ മാറ്റിയപ്പോൾ അവിടെ ഒക്കെ ഇത് അവരുടെ ക്യാരവാനകത്ത് വെച്ച് എടുത്ത ഫോട്ടോ ഉണ്ട് ഷൈൻ. അത് വിചിത്രം എന്ന പടത്തിന്റെ ഷൂട്ടിന് വന്നപ്പോ എടുത്താണ്. പിന്നെ ഇത് മറ്റേ ഭീഷ്മപർവ്വത്തിന് വന്നപ്പോ ഷൂട്ടിന് വന്നപ്പോ എടുത്ത ഫോട്ടോ ആണ്. രണ്ടുപേരും ഉണ്ട്. ബാക്കി ഫോട്ടോസ് ഒക്കെ വേറെ ഫോണിലാണ്. ബൈ ബൈ. ഭയങ്കര ബിസിയാണോ? വൈറൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ഷാനുഖാനെ നമ്മൾ കണ്ടു. പക്ഷെ ഷാനുഖാടെ കട വരാനോ അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റീസ് ഒക്കെ വരാനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണത്തിന്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. സുബൈറക്ക. ഹായ് ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്താവോ? ചേട്ടന്റെ പേര്? എന്റെ പേര് സുബൈർ. ഇത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ സണ്ണിൻ ലോയാണ് ഷാനുഖ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്? തിരക്ക് ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഈ കോവിഡിന്റെ വിഷയമൊക്കെ കാരണം കുറവ് ആളൊക്കെ കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ജീവിതമാർഗം കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ നമ്മളെ കടകൾ നല്ല നടത്തുന്നത് ഒന്ന് ഓൾഡ് ഹാർബറിലെ എഗർ സാറും ഈ ടവർ ഹൗസിലെ രഞ്ജിത്തൊക്കെയാണ് നമ്മളെ കട നടത്തുന്നത്. കാരണം ഞങ്ങൾക്ക് വെള്ളം തരുന്നൊക്കെ അവരാണ്. ഞങ്ങൾക്ക് വെള്ളമൊക്കെ തരുന്നവരാണ്. ഇപ്പൊ മരുമോൻ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സംസാര വിഷയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ടൗണിലെ. സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷമുള്ളൂ. അവര് നല്ലവണ്ണം ജീവിക്കുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിന്റെ കാര്യത്തിൽ സന്തോഷക്കുറവൊന്നുമില്ല. അവര് നന്നായി ജീവിക്കട്ടെ എന്നുള്ള സന്തോഷം. സിനിമയിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. സൗബിൻ വരുന്നുണ്ട്, ഫഹദ് വരുന്നുണ്ട്, പിന്നെ ദുൽഖറിന്റെ മമ്മൂട്ടിന്റെ മകൻ ദുൽഖർ വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി വെളുപ്പിന് വന്നിട്ടുണ്ട് ചാവടിക്കാറുണ്ട്, കട്ടൻ ചാവടിക്കാൻ. അതല്ല ബിഗ് ബി ഷൂട്ട് ചെയ്യുമ്പോ വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്കിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. ഒരു 3 മണി കട്ടൻ ചായ. പുള്ളി 4:30 മണിക്ക് വന്നിട്ട് കട്ടൻ ചായ വെച്ചു. കട്ടൻ ചായ വെച്ചപ്പോ കട്ടൻ ചായ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. അന്ന് ഇവിടെയാണ്? ഇല്ല അത് ആ കട തുറന്നിട്ടുണ്ടായില്ല, ചായ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് മറ്റേ പുള്ളിയുടെ അസിസ്റ്റന്റുമാർ വന്നിട്ട് കട്ടൻ ചായ വെച്ച് മമ്മൂക്ക് താഴ്ന്നിറങ്ങി കട്ടൻ ചായ മേടിച്ച് കുടിച്ചിട്ടൊക്കെ പോയത്. ചോദിച്ചപ്പോ ബിഗ് ബി ഷൂട്ട് ചെയ്യാൻ വന്നാന്ന് പറയുകയും ചെയ്തു. ബിഗ് ബിയുടെ ഷൂട്ടിന്റെ സമയത്ത് വന്ന ആ ഒരു ഓർമ്മയില്ല. പിന്നെ ചേട്ടന്റെ ഓർമ്മയിൽ വേറെ ആരൊക്കെയാണുള്ളത്? സൗബിൻ വരാറുണ്ട്. സൗബിനും ഫഹദും തന്നെ ഉപ്പാന്ന് വിളിക്കുള്ളൂ. ഞാൻ വിളിക്കണ തന്നെ ഷാനും ഉപ്പാന്ന് വിളിക്കണ തന്നെ ഫഹദും സൗബിനൊക്കെ ഉപ്പാന്ന് വിളിക്കുള്ളൂ. ഉപ്പാന്നാണ് വിളിക്കുന്നത്. പിന്നെ ചെമ്പൻ വിനോദ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സലീംകുമാർ ഇറച്ചിച്ചോറ് നിന്നിട്ട് പോയി. സലീംകുമാർ. അപ്പം ഇതാണ് നമ്മൾ ആ പറഞ്ഞ ആ കടയുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.